ഹായ് ഗായ്സ്, വെൽക്കം ടു അവർ ചാനൽ അഡലൈൻസ് കഫേ. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് സ്റ്റാർ പ്ലസിലെ ഏറ്റവും പുതിയ സീരിയലായ തുംദേന സാത്ത് മേരാ ഹംനമ എന്ന സീരിയലാണ്. ഇത് എല്ലാവർക്കും വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു സീരിയലായിരിക്കും. കുടുംബഭാഗ്യം കാണാത്ത ആരും ഉണ്ടാവില്ല. അതിൽ ഉള്ള അഭി പ്രഗ്യ ജോഡി എല്ലാവരുടെയും ഫേവറേറ്റ് ആയിരുന്നു. ഒരിക്കൽ കൂടെ അവരെ നമുക്ക് കാണാൻ പറ്റുകയാണ് ഈ സീരിയലിലൂടെ. അപ്പോൾ ഇതിൽ ഡെയിലി നമുക്ക് എപ്പിസോഡ്സ് എക്സ്പ്ലെയിൻ ചെയ്തിടാം. അപ്പോൾ ഹിന്ദി അറിയാൻ പറ്റത്തില്ലാത്തവർക്ക് പോലും ഏറ്റവും നന്നായി മനസ്സിലാകുന്ന രീതിയിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് പതുക്കെ കഥയിലേക്ക് പോകാം. ഇതിലെ നായികയുടെ പേര് അപരാജിത എന്നാണ്. നായകൻ്റെ പേര് രക്ഷിത് ഭരദ്വാജ് എന്നാണ്. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് എപ്പിസോഡാണ്. നമുക്ക് കഥയിലേക്ക് കിടക്കാം. പിന്നെ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഡെയിലി എപ്പിസോഡ് കാണാനായി ചാനൽ ഫോളോ ചെയ്യുക. അപ്പോൾ നമുക്ക് കഥ നോക്കാം. കഥ നടക്കുന്നത് മധ്യപ്രദേശിലെ ഭോപ്പാലിലാണ്. അവിടെ ഒരു കല്യാണത്തിൻ്റെ ഫങ്ഷൻസ് നടന്നുകൊണ്ടിരിക്കുന്നതായിട്ട് കാണുന്നു. നമ്മുടെ നായകനായ രക്ഷിത് അതിനിടയ്ക്ക് ട്രാഫിക്കിൽ പെട്ടിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം ഡ്രൈവറോട് ചോദിക്കുന്നുണ്ട്, എന്താ ഇത്ര തിരക്ക്, ഇതുവരെ കാണാത്ത പോലെ. അപ്പോൾ ഡ്രൈവർ പറയുന്നു, ഇന്ന് ഇവിടെ ഒരു പ്രത്യേക ചടങ്ങാണ്, ഇന്ന് മുഹൂർത്തം നോക്കാതെ കല്യാണം കഴിക്കാൻ പറ്റും, അത്രയ്ക്ക് നല്ല ദിവസമാണെന്ന് പറഞ്ഞ് ആ ദിവസത്തിൻ്റെ പ്രത്യേകതകൾ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ രക്ഷിത് പറയുന്നുണ്ട്, ഇന്നത്തെ ദിവസം തന്നെ എല്ലാവർക്കും കല്യാണം കഴിക്കണമെന്ന് ഇത്ര നിർബന്ധം എന്താണെന്നൊക്കെ ഇങ്ങനെ ചോദിക്കാം. അടുത്ത സീനിൽ നമ്മൾ കാണുന്നത് നമ്മുടെ നായികയായ അപരാജിതയാണ്. അവളൊരു വീട് പൂട്ടിയിട്ട് ഇറങ്ങുകയാണ്. നല്ല ടെൻഷനിലാണ്, എങ്ങോട്ടോ പോവുകയാണ്. അവളുടെ ഹസ്ബൻഡിൻ്റെ വീടാണെന്ന് നമുക്കത് മനസ്സിലാവുന്നുണ്ട്. വീടിൻ്റെ പുറകിൽ തന്നെയായിട്ട് ഒരു നെയ്ത്തുശാല പോലെ ഒരു സാരി ഡിസൈനറാണ്. അപ്പം അതിൻ്റേതായിട്ടുള്ളൊരു കട എൻ്റെ ബാക്കിൽ കാണുന്നുണ്ട്. അവളത് കഴിഞ്ഞിട്ട് എങ്ങോട്ടോ ഇറങ്ങി പോവുകയാണ്. വാതിൽ പൂട്ടാൻ പോയിട്ട് പൂട്ടാതെ തന്നെ അവൾ ഇട്ടിട്ട് ഇറങ്ങുകയാണ്. അവൾ ആ കല്യാണ ഫംഗ്ഷൻ നടക്കുന്ന ഭാഗത്തേക്ക് തന്നെയാണ് പോകുന്നത്. ഇവിടെ വെച്ചിട്ടാണ് നമ്മൾ നായികേനെ ശരിക്കും കാണുന്നത്. അപരാജിത ശർമ്മ എന്നാണ് നായികയുടെ പേര്. ഇത് അവതരിപ്പിച്ച നടിയുടെ പേര് ശ്രദ്ധിച്ച എന്നാണ്. അപ്പോൾ നായികയുടെ ഇൻട്രോയ്ക്ക് ശേഷം അവൾ ആ തിരക്കിനിടയിലേക്ക് പോകുമ്പോൾ ആരോ അവളുടെ കയ്യിൽ പിടിക്കുന്നതായിട്ട് അവൾക്ക് തോന്നുന്നുണ്ട്. തിരിഞ്ഞു നോക്കുമ്പോൾ അവളുടെ വീടിനടുത്തുള്ള ഒരു ആൻറ്റിയാണത്. അപരാജിത, നീ എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അവൾ പെട്ടെന്ന് ഷോക്കായിട്ട് തിരിഞ്ഞു നോക്കിയിട്ട്, ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്, എൻ്റെ വീട് ഇൻഡോറിലല്ലേ, എൻ്റെ അനിയത്തി ആരുവിൻ്റെ കല്യാണത്തിൻ്റെ ചടങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്, അപ്പോൾ ഇപ്പോൾ പോയാൽ അമ്മയ്ക്കൊരു സഹായമാകുമല്ലോ, അതുകൊണ്ട് ഞാനങ്ങ് പോവുകയാണ് എന്ന് പറയുന്നു. അപ്പോൾ ആൻറ്റി ചോദിക്കുന്നില്ല, നീ ഈ കല്യാണത്തിന് നിൽക്കുന്നില്ലേ? അപ്പോൾ അവൾ പറയുന്നില്ല, നിൽക്കുന്നില്ല, ഞാൻ നേരത്തെ പോവുകയാണ്, അവിടെ തിലകെന്ന് പറഞ്ഞ അനിയത്തിയുടെ ഒരു ഫംഗ്ഷൻ നടക്കാൻ പോവുകയാണ്, നേരത്തെ പോയാൽ അമ്മയ്ക്കൊരു ആശ്വാസമായിരിക്കും, അതുകൊണ്ട് ഞാൻ പോവുകയാണെന്ന് പറഞ്ഞ് അവൾ പെട്ടെന്ന് അവരുടെ ഇടയ്ക്ക് നിന്ന് ഒഴിഞ്ഞു മാറുവാണ്. അപ്പോൾ ആ സ്ത്രീകൾ തമ്മിൽ പറയുന്നുണ്ട്, എന്ത് വിധിയാണോ ഇവൾ ഈ വീട്ടിൽ തന്നെ വന്ന് താമസിക്കാൻ, പാവ ഒരു പെണ്ണാണെന്നൊക്കെ പറയുന്നു. അവളൊന്നും ശ്രദ്ധിക്കാതെ നടന്നു പോവുകയാണ്. പെട്ടെന്നാണ് രക്ഷിത്തിൻ്റെ കാറിന് മുന്നിലേക്ക് അപരാജിത വരുന്നത്. കാറ് ട്രാഫിക്കിൽ കിടക്കുകയാണ്. അപ്പോൾ ഡ്രൈവർ നോക്കുന്നുണ്ട്. പെട്ടെന്ന് അപരാജിതയുടെ കാല് തട്ടി കൈ ആ കാറിൻ്റെ ഗ്ലാസ്സിലേക്ക് കൊണ്ടുവയ്ക്കുകയാണ്. കറക്റ്റ് ടൈമിൽ രക്ഷിത്തും അവൻ്റെ കൈ ഗ്ലാസ്സിന് പുറമേ കൂടെ വയ്ക്കുന്നുണ്ട്. ഇവർ തമ്മിൽ കാണുന്നില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ രക്ഷിത്തിന് അപരാജിതയെ കാണാം, ഫേസ് കാണുന്നില്ല, ഇങ്ങനെ കൈ കാണുന്നു. അവനെന്തോ ഫീൽ ചെയ്ത് ഇങ്ങനെ കുറച്ച് നേരം നോക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് അപരാജിത അവിടുന്ന് കൈയെടുത്ത് മുന്നോട്ടേക്ക് തന്നെ നടന്നു പോവുകയാണ്. അവൾ കാറിനെ പാസ് ചെയ്ത് പോയി. എന്നിട്ട് രക്ഷിത്ത് എന്തോ ഫീലായ പോലെ ഇങ്ങനെ നോക്കുന്നുണ്ട്. ഇവിടെയാണ് ഈ സീരിയലിലെ ഫസ്റ്റ് പാട്ട് പ്ലേ ചെയ്യുന്നത്. നല്ലൊരു പാട്ടാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ ഗൂഗിൾ മാപ്പ് നോക്കിയിട്ട് ഡ്രൈവർ പറയുന്നുണ്ട്, വണ്ടി ഇവിടെ നനക്കാൻ പറ്റുമെന്ന് തോന്നണില്ല. അപ്പോൾ രക്ഷിത്ത് പറഞ്ഞു, എനിക്ക് അത്രയും വെയിറ്റ് ചെയ്യാനൊന്നും പറ്റില്ല, ഞാൻ എൻ്റെ മണവാട്ടിയെ കാണാനായിട്ട് പോവുകയാണ് എന്നൊരു ഹിന്ദിങ്ങനെ പറയണം. ആരാ മണവാട്ടി എന്നൊന്നും പറയുന്നില്ല. എൻ്റെ മണവാട്ടി അവിടെ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്, എനിക്കിനി ഇവിടെ നിൽക്കാൻ നേരെയില്ല, റെഡ് കണ്ടാലും ബ്ലൂ കണ്ടാലും ഞാൻ എന്തായാലും പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് രക്ഷിത്ത് കാറിൽ നിന്ന് ഇറങ്ങി. ഡിക്കിയിൽ ഒരു ഹോവർ ബോർഡ് ഉണ്ടായിരുന്നു, അതും അവൻ്റെ ബാഗ് എടുത്തുകൊണ്ട് അവൻ ആ തിരക്കുള്ള ഇടയിലേക്കൂടെ ആ ഹോവർ ബോർഡിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആൾ നല്ല കൂൾ മൈൻഡാണ്. അപ്പോൾ അബിയുടെ ക്യാരക്ടർ തന്നെ നമുക്ക് കുംഭാഗ്യയിൽ കണ്ട പോലെ ഇതിലും സെയിമാണ്, പക്ഷേ ഇതിൽ നല്ല മെച്ചുവേർഡായിട്ടുള്ള ക്യാരക്ടറാണ്. അപ്പോൾ പുള്ളി അതിൽ കയറി തിരക്കിനിടയിൽ കൂടെ ആൾക്കാരെയൊക്കെ കണ്ട് എൻജോയ് ചെയ്ത് കല്യാണത്തിൻ്റെ സോങ്ങൊക്കെ എൻജോയ് ചെയ്തിട്ട് അതിനിടയ്ക്കൂടെ പോകുന്ന വഴിക്ക് അപരാജിത അവിടെ ഓട്ടോയിൽ കയറാൻ നിൽപ്പുണ്ടാവും. അപ്പോൾ അപരാജിതയുടെ കയ്യിൽ അറിയാതെ തട്ടുകയാണ്.
തട്ടിയിട്ട് സോറി പറയുന്നുണ്ട്. അപരാജിതയുടെ കയ്യിൽ തട്ടിയിട്ട് ഐ എം സോറി മാഡം എന്നൊക്കെ പറഞ്ഞ് മുന്നോട്ടേക്ക് പോകുന്നുണ്ട്. അപ്പോഴും രണ്ടുപേരും തമ്മിൽ കാണുന്നില്ല. എന്നിട്ട് വീണ്ടും മുന്നോട്ടേക്ക് പോവുകയാണ്. അപ്പോൾ അപരാജിത പറയുന്നുണ്ട്, എന്തെങ്കിലും കാണിച്ചിട്ട് ഒരു സോറി പറഞ്ഞങ്ങ് പോയാൽ മതിയല്ലോ. അപ്പോൾ ആണുങ്ങളുടെ സ്വഭാവം ഇതാണ്. നമ്മളെ വേദനിപ്പിക്കുന്നതെന്ന് അവർക്ക് പ്രശ്നമല്ല, ഒരു സോറി കൊണ്ട് എല്ലാം തീരുമെന്നാണ് അവർ വിചാരിക്കുന്നത് എന്നുള്ള രീതിയിൽ ഇങ്ങനെ പറയുകയാണ്. അതിനുശേഷം അപരാജിത ഓട്ടോയിലേക്ക് കയറുവാണ്. അവർക്ക് റെയിൽവേ സ്റ്റേഷനിലേക്കാണ് പോകേണ്ടത്. അവിടുന്ന് ഇൻഡോർ ട്രെയിൻ കയറിയിട്ട് അവർക്ക് വീട്ടിലേക്ക് പോകാനാണ്. അപ്പോൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിക്കഴിഞ്ഞു. റെയിൽവേ സ്റ്റേഷനിൽ എത്തിക്കഴിഞ്ഞിട്ട് അവർക്ക് നല്ല പേടിയുണ്ട്, പോകണോ വേണ്ടേ എന്നുള്ളൊരു ടെൻഷനിലാണ് ആള്. ആരോ പിന്തുടരുന്ന പോലെ അവർക്ക് എപ്പോഴും തോന്നുന്നുണ്ട്. അപ്പോൾ നമുക്ക് അപരാജിതനെ അപ്പു എന്ന് വിളിക്കാം, പറയാൻ അതായിരിക്കും എളുപ്പം. അപ്പു എന്നാണ് എല്ലാവരും ഇതിൽ വിളിക്കുന്നത്. അപ്പോൾ അപ്പു സ്റ്റേഷനിൽ എത്തിക്കഴിഞ്ഞു. അവിടെ അനൗൺസ്മെൻറ്റ് കേൾക്കാം, ഇൻഡോറിലേക്കുള്ള ട്രെയിൻ ഇപ്പോൾ എടുക്കുമോ എന്നുള്ളത്. എപ്പോഴും ഒരു ഡൗട്ടാണ് ആൾക്ക്, പോകണോ വേണ്ടയോ. പിന്നെ ആരുടെയോ വിസിലടിയൊക്കെ കേൾക്കുന്നുണ്ട്. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഇത് അപരാജിതയുടെ ഹസ്ബൻഡാണ്. ആളുടെ കല്യാണത്തിൽ അത്ര സന്തോഷവതിയല്ല. പുള്ളിയിൽ നിന്ന് കുറച്ച് ടോക്സിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഒത്തിരി പേടിക്കുന്നുണ്ട്. ഹസ്ബൻഡിനെ പറ്റി ആലോചിക്കുമ്പോൾ തന്നെ നന്നായി പേടിക്കുന്നുണ്ട്. നല്ല ടെൻസ്ഡാണെന്ന് നമുക്ക് കണ്ടാലും മനസ്സിലാവും. അപ്പോഴാണ് ഒരാൾ ഇവളെ ദൂരത്തുനിന്ന് നോക്കുന്ന പോലെ കാണിക്കുന്നുണ്ട്. അയാളുടെ ഫേസ് ഒന്നും റിവീൽ ചെയ്യുന്നില്ല. മേ ബി അവളുടെ ഹസ്ബൻഡാകാം. അപ്പോൾ ആൾ വിറയ്ക്കുന്നുണ്ട് നിന്ന് പേടിച്ചിട്ട്. എന്നിട്ട് എന്തായാലും രണ്ടും കൽപ്പിച്ച് പോയേക്കാം എന്നോർത്ത് പ്ലാറ്റ്ഫോമിലേക്ക് പോവുകയാണ്. അപ്പോഴത്തേക്കും ട്രെയിൻ എടുത്തു കഴിഞ്ഞു. ട്രെയിനിന് പുറകെ അപരാജിത ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഡോറൊന്നും തുറന്നിട്ടില്ല. ഓടി വന്ന് അവസാനം ആ ആൾ പിന്തുടരുന്നതായിട്ടും കാണിക്കുന്നുണ്ട്. ഇത് അപരാജിത കാണുന്നില്ല, പക്ഷെ മുന്നോട്ടേക്ക് ഓടുകയാണ്. കുറച്ച് മുന്നോട്ടേക്ക് പോകുമ്പോഴാണ് കാണുന്നത് ഒരാൾ കൈ പുറത്തേക്കിട്ട് കയറിക്കോളൂ എന്ന് പറയുന്നുണ്ട്. ആ ആളെ നോക്കുമ്പോൾ അത് രക്ഷിതാണ്. രക്ഷിതും അതേ ട്രെയിനിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പോഴും മറ്റേ മിസ്റ്ററി മാൻ അവളുടെ പുറകിൽ തന്നെ ഉണ്ട്. രക്ഷിത് പെട്ടെന്ന് നോക്കുമ്പോൾ ഒരു പെൺകുട്ടി ഓടി വരുന്നു. എന്തായാലും പിടിച്ചകത്ത് കയറ്റാം എന്നുള്ള രീതിയിൽ രക്ഷിത് വേഗം വാന്ന് പറയുന്നുണ്ട്. പെട്ടെന്ന് കൈ പുറത്തേക്ക് നീട്ടുന്നു. അപരാജിത കയ്യിൽ പിടിച്ച് അകത്തേക്ക് കയറുകയാണ്. ഇവിടെയാണ് ഇവരുടെ ഫസ്റ്റ് ഒഫീഷ്യൽ മീറ്റ് നമുക്ക് പറയാൻ പറ്റുന്നത്. വേറെ രണ്ട് സിറ്റുവേഷനിൽ ഇവർ കണ്ടിട്ടുണ്ട്, പക്ഷെ ഇവർ തമ്മിൽ ആദ്യമായിട്ട് കാണുന്നത് ഇപ്പോഴാണ്. പിന്നെ ഇത് കാണുമ്പോൾ നമുക്ക് വേറെ പല സിനിമകളുടെ സീൻസൊക്കെ ഓർമ്മ വരും. സ്വാഭാവികമാണ്, ഹിന്ദി സീരിയലിൽ ഇത് പതിവാണ്. അവർക്കിങ്ങനെ ഒരു സീൻ കുത്തിക്കയറ്റിയില്ലെങ്കിൽ ഭയങ്കര ഇറിറ്റേഷനാണ്. ഇതില്ലെങ്കിൽ അവരുടെ സീനുകൾ പൂർണ്ണമാകാത്ത പോലെയാണ്. അപ്പോൾ നമുക്ക് കഥയിലേക്ക് വരാം. രക്ഷിത് അപരാജിതയെ ട്രെയിനിലേക്ക് കയറ്റുന്ന സീനാണ് കാണുന്നത്. ഈ ഭാഗത്തൊക്കെ ഇതിൻ്റെ ടൈറ്റിൽ സോങ് നമുക്ക് കേൾക്കാൻ പറ്റും. തുംദേനാ സാത്ത് മേര എന്ന് പറഞ്ഞിട്ട് ദിവാന തെര എന്ന് സെർച്ച് ചെയ്താലോ അല്ലെങ്കിൽ ഞാൻ എൻ്റെ കമൻറ്റ് ബോക്സിലോ ഒക്കെ ലിങ്ക് കൊടുത്തേക്കാം. നല്ലൊരു പാട്ടാണ്. നമ്മുടെ ജാവേദ് അലിയാണ് അത് പാടിയിരിക്കുന്നത്. അപ്പോൾ രക്ഷിത് അപരാജിതയെ ട്രെയിനിനുള്ളിലേക്ക് കയറ്റുകയാണ്. ഇവിടെ വെച്ച് ജസ്റ്റ് അവരിങ്ങനെ ഒന്ന് നോക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് രക്ഷിത് ചോദിക്കുന്നുണ്ട്, ചാവാൻ വേണ്ടി ഓടിയതാണോ? എന്തിനാണ് ഇത്ര സ്പീഡിൽ വെപ്രാളപ്പെട്ട് ഓടി വരണം? ഈ ട്രെയിൻ പോയാൽ അടുത്ത ട്രെയിൻ വരും. ഇത് തന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കണമെന്നൊരാവശ്യമില്ല. നമ്മുടെ ലൈഫും അതുപോലെയാണ്. ഒരു ട്രെയിൻ പോയെന്ന് വെച്ചിട്ട് ഒന്നും സംഭവിക്കാനില്ല, ഉടനെ അടുത്തത് വരും എന്നുവെച്ചാൽ അവസരങ്ങളിങ്ങനെ വന്നുകൊണ്ടിരിക്കും എന്നുള്ള രീതിയിൽ ഉപദേശിക്കുകയാണ്. ഈ സമയത്ത് ആ മിസ്റ്ററി മാൻ എന്ന് വെച്ചാൽ ഹസ്ബൻഡാവാം, അപരാജിതയുടെ ഹസ്ബൻഡാവാം, അവർ അയാൾ പറയുന്നത്, നീ എത്ര എൻ്റെ അടുത്തുനിന്ന് ഓടിപ്പോകാൻ നോക്കിയാലും നിനക്ക് എൻ്റെ അടുത്തുനിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല, നീ എൻ്റെ അടുത്ത് തന്നെ വരും എന്നുള്ളൊരു ഭീഷണിയുടെ സ്വരത്തിൽ പറയണം. അടുത്ത സീനിൽ രക്ഷിത് അപരാജിതയാണ് കാണിക്കുന്നത്. അവർ തമ്മിലിങ്ങനെ ഫണ്ണി ഇക്വേഷൻസൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. രക്ഷിത് പറയുന്നുണ്ട്, ചാകാനാണെങ്കിൽ വേറെ വല്ല വഴിയും നോക്കാം, എന്തിനാ ഇങ്ങനെ ട്രെയിനിൽ മുന്നിലൊക്കെ ചാടാൻ നോക്കുന്നത്? അപ്പോൾ അപരാജിത് പറഞ്ഞു, ഞാൻ ട്രെയിനിന് മുന്നിൽ ചാടി ചാവാനൊന്നും വന്നതല്ല, മിസ്സായി പോകുമല്ലോ എന്നോർത്ത് കയറിയതാണ് എന്നൊക്കെ പറഞ്ഞ് അകത്തേക്ക് കയറും. അപ്പോൾ ഈ അവസരങ്ങളുടെ കാര്യമൊക്കെ പറഞ്ഞ് ഉപദേശിക്കുന്ന കാണുമ്പോൾ ഇവള് താങ്ക്സ് ഒന്നും പറയുന്നില്ല, വലിച്ച് ട്രെയിനിൽ കയറ്റിയതിനൊന്നും പറയുന്നില്ല. മൈൻഡ് അത്ര ശരിയല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് വെപ്രാളപ്പെട്ട് സീറ്റ് കണ്ടുപിടിക്കുകയാണ്. അപ്പോൾ രക്ഷിത് ചോദിക്കുന്നുണ്ട്, എന്തിനാണ് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്, എല്ലാം സമാധാനത്തിൽ ചെയ്താലെന്താ എന്നൊക്കെ ഉള്ള രീതിയിൽ ചോദിക്കണം. അപ്പോൾ അപരാജിത് പറയണേ, എല്ലാവരുടെ സിറ്റുവേഷൻ എല്ലാ സമയവും ഒരുപോലെ ഇരിക്കില്ല, അത് നിങ്ങൾക്ക് മനസ്സിലാവില്ല പറഞ്ഞാലെന്നുള്ള രീതിയിൽ ദേഷ്യപ്പെട്ട്
അവളുടെ സീറ്റിലേക്ക് പോവുകയാണ്. അപ്പം രക്ഷിത്ത് പറഞ്ഞു, എന്ത് സ്ട്രേഞ്ച് ആയിട്ടുള്ള പെണ്ണായത്, രക്ഷിച്ചതിനൊരു താങ്ക്സ് പോലും പറഞ്ഞില്ല എന്നുള്ള രീതിയിൽ ഇങ്ങനെ അവളെ പറ്റിയിട്ട് പറയുക. അപ്പം അപരാജിത അവളുടെ സീറ്റിലേക്ക് എത്തി, ബാഗൊക്കെ മേലെ വെച്ച് അവിടെ ഇരുന്നു. അപ്പോഴാണ് നോക്കുന്നത് രക്ഷിത്തും അപരാജിതയുടെ നേരെ ഓപ്പോസിറ്റുള്ള സീറ്റിലേക്കാണ് വരുന്നത്. അപ്പം അവൾ വിചാരിക്കുന്ന ഇയാളെന്തേ ഫോളോ ചെയ്ത് വന്ന് വല്ല കമൻ്റ് അടിക്കാൻ വല്ലതും വന്നിരിക്കുന്നതാണോ എന്നുള്ള രീതിയിൽ ഇങ്ങനെ നോക്കുന്നുണ്ട്. ആക്ച്വലി സീറ്റ് നമ്പർ 16 രക്ഷിതിൻ്റെ സീറ്റാണ്, അതുകൊണ്ട് അവിടെ വന്നിരുന്നു. അപ്പോൾ അയാൾ പറഞ്ഞിട്ടുണ്ട്, ഞാൻ നിന്നെ ഫോളോ ചെയ്യാനൊന്നും വന്നല്ല കേട്ടോ, എൻ്റെ ബാഗും ഫയലും ഒക്കെ അതേ നോക്ക് ഇവിടെ ഇരിപ്പുണ്ട്, ഞാനാണ് ഇവിടെ ആദ്യം വന്നിരുന്നെന്ന് പറയുമ്പോൾ അപരാജിത ഒരു ചമ്മിയ മട്ടിൽ ഇങ്ങനെ നോക്കും. അത് കഴിഞ്ഞിട്ട് ഇവരങ്ങനെ കുറേ കോൺവെർസേഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രക്ഷിത് പറഞ്ഞു, എൻ്റെ ഫോണിൽ റേഞ്ച് ഇല്ലാന്ന് തോന്നുന്നു, നിങ്ങളുടെ ഫോണൊന്ന് തരുമോ, അതിൽ റേഞ്ച് ഉണ്ടോയെന്നൊന്ന് ചെക്ക് ചെയ്യുമോ എന്ന് പറയുന്നുണ്ട്. എനിക്കൊരു മെയിൽ ചെക്ക് ചെയ്യാനുണ്ട്, അതിനാണ് എന്ന് പറയുമ്പോൾ അപരാജിത ഫോണ് പുറത്തെടുത്ത് നോക്കുമ്പോൾ അവളിങ്ങനെ പേടിക്കുന്നുണ്ട്. അപ്പോൾ അവൾ വിചാരിക്കും അയാൾ ഇനിയിപ്പോൾ വിളിക്കുമോ, ഫോൺ ഓണായിരുന്ന അയാൾ എന്തായാലും വിളിക്കും, അതുകൊണ്ട് ഫോൺ സ്വിച്ച് ഓഫ് ആക്കിയേക്കാം എന്നുള്ള രീതിയിൽ അപരാജിത ബാഗിൽ നിന്ന് ഫോൺ എടുക്കുകയാണ്. കറക്റ്റ് ടൈമിന് അവളുടെ ഫോണിലേക്ക് ഒരു കോള് വരുന്നുണ്ട്. ആ കോള് കണ്ട് അവൾ പേടിക്കുകയാണ്. ലളിത എന്നാണ് കോളർ ഐ ഡിയിൽ കാണിക്കുന്നത്, മേ ബി ഹസ്ബൻഡ് ആവാം. അപ്പോൾ അവൾ പേടിക്കുന്നുണ്ട് ഒത്തിരി. അത് കണ്ടാൽ തന്നെ നമുക്കറിയാം അവൾ ഒത്തിരി ടോർച്ചർ ചെയ്തിട്ടുണ്ടാവുക അയാൾ. അതുകൊണ്ട് പേര് കാണുമ്പോൾ തന്നെ അവൾ കൈയൊക്കെ വിറച്ച് ഫോൺ സ്ലിപ്പായി താഴേക്ക് വീഴുകയാണ്. അപ്പോൾ രക്ഷിത അതെടുത്ത് കൊടുക്കാൻ നോക്കുമ്പോഴത്തേക്കും അവളതിങ്ങനെ സമ്മതിക്കാതെ അവൾ തന്നെ ഫോണെടുത്ത് ദേഷ്യപ്പെട്ട് ഫോണ് സ്വിച്ച് ഓഫ് ആക്കി ബാഗിലേക്ക് വെക്കുകയാണ്. അപ്പോൾ രക്ഷിത ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തൊരു റൂളാണ്, ഞാൻ ജസ്റ്റ് റേഞ്ച് ഉണ്ടോ എന്നല്ലേ ചോദിച്ചുള്ളൂ, നിങ്ങളുടെ ഡാറ്റ ഷെയർ ചെയ്യണമെന്നും പറഞ്ഞില്ലല്ലോ, ഇത്ര 2 പ്രാവശ്യം രക്ഷിച്ചതിന് താങ്ക്സ് പോലും പറഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അബിയുടെ ഒരു രീതിയിൽ എന്ന് വെച്ചാൽ കുങ്കും ഭാഗ്യയുടെ അബിയിലൊരു വോയിസ് വന്ന് പെട്ടെന്ന് ആ സമയത്ത് ആ ഒരു രീതിയിലൊക്കെ സംസാരിക്കുകയാണ്. ഞാൻ എന്തായാലും ഇനി ഇവിടെ ഇരിക്കുന്നില്ല, ചിലപ്പോൾ ഇവിടെ ആയിരിക്കും റേഞ്ച് ഇല്ലാത്ത, പുറത്ത് പോയി നോക്കാമെന്നും പറഞ്ഞ് രക്ഷിത് പുറത്തേക്ക് ഇറങ്ങാൻ നോക്കുകയാണ്. അപ്പോൾ അപരാജിത അവിടെ സീറ്റിൽ വെയിറ്റ് ചെയ്യണം. പെട്ടെന്ന് അവൾക്ക് വയറുവേദന എടുക്കുന്ന പോലെ തോന്നും, എന്തോ അൺകംഫർട്ടബിൾ ആയ പോലെ. അപ്പോൾ അവൾക്ക് മനസ്സിലാവും പീരിയഡ്സ് ആയോ എന്നൊരു സംശയം തോന്നും. ഓൾറെഡി ആൾ കുറച്ച് ടെൻഷനിലാണ്, ഇതിൻ്റെ കൂടെ ഇതും വേറെയോ എന്നുള്ള രീതിയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. എന്തായാലും ബാത്റൂമിൽ പോയെന്ന് കൺഫേം ചെയ്യാം എന്നോർത്ത് സീറ്റിൽ നിന്ന് എണീറ്റ് ബാത്റൂമിലേക്ക് നടക്കുകയാണ്. ഈ സമയത്ത് അവൾക്ക് ചെറുതായിട്ട് തല ചുറ്റുന്ന പോലെ തോന്നുന്നുണ്ട്, എന്നാലും സാരമില്ല, ബാത്റൂമിൽ പോകാം എന്നുള്ള രീതിയിൽ പുറത്തേക്ക് ഇറങ്ങുവാണ്. അപ്പോൾ ബാത്റൂമിൻ്റെ അടുത്താണല്ലോ ട്രെയിനിൻ്റെ ഡോറ് വരുന്നത്. അവിടെ രക്ഷിത് നിന്ന് റേഞ്ച് ചെക്ക് ചെയ്യുന്നുണ്ട്, ഫയൽസൊക്കെ നോക്കുന്നുണ്ട്. ആ സമയത്ത് അപരാജിത അങ്ങോട്ട് വരുന്നത്. അപ്പോൾ അവൾക്ക് തല ഇറങ്ങുന്നതുകൊണ്ട് അവളുടെ കാല് സ്ലിപ്പായി ട്രെയിനിന് പുറത്തേക്ക് വീഴാൻ പോകുന്നുണ്ട്. ഈ സമയത്ത് പെട്ടെന്ന് തന്നെ രക്ഷിത് അവളെ രക്ഷിച്ച് കയ്യിൽ പിടിച്ച് അകത്തേക്ക് ആക്കുകയാണ്. അപ്പോൾ ഈ ടൈമിന് അവൻ ചോദിക്കുന്നുണ്ട്, ഇതിപ്പോൾ എന്താണ് അത്യാവശ്യം, ഇപ്പോൾ 2ാമത്തെ പ്രാവശ്യമാണല്ലോ ചാകാൻ പോണേ, എൻ്റെ എന്താണ് പ്രശ്നം, എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് പറഞ്ഞു തീർക്കാം, എന്തിനാണ് ഇങ്ങനെ ആത്മഹത്യക്ക് ശ്രമിക്കുന്നത് എന്നുള്ള രീതിയിൽ അവൻ കമൻ്റ് അടിക്കുകയാണ്. അപ്പോൾ അപരാജിത പറഞ്ഞുകൊണ്ട്, അങ്ങനെയൊന്നുമല്ല, എനിക്ക് ജസ്റ്റ് തല കറങ്ങിയതാണ്, അത്രയേ ഉള്ളൂ, അല്ലാതെ ഞാൻ ആത്മഹത്യ ചെയ്യാനൊന്നും പോവുമല്ല, ചെയ്യണമെങ്കിൽ ഞാൻ എന്നെ ചെയ്തേനെ എന്നുള്ള രീതിയിൽ പറയുമ്പോൾ രക്ഷിതിന് തോന്നി എന്തോ സംതിങ് റോങ് ആണല്ലോ, ഇതൊക്കെ എന്തോ ടെൻഷൻ ഉണ്ടല്ലോ എന്നുള്ള രീതിയിൽ അവനൊന്ന് കംഫർട്ട് ചെയ്യാൻ നോക്കുകയാണ്. അവൻ പറയുന്ന, അങ്ങനെ ഒന്നിനും നമ്മൾ ടെൻഷൻ അടിച്ച് ഓടാനേ നേരം കാണുള്ളൂ, ഇപ്പോൾ നീ എത്ര സ്പീഡിലായി ട്രെയിൻ ക്യാച്ച് ചെയ്യാനായിട്ട് ഓടിയത്, അതേ സ്പിരിറ്റിലൊക്കെ ലൈഫ് ലോങ് ജീവിച്ചാൽ മതി, നമുക്ക് ചെയ്യണം എന്നുള്ള രീതിയിൽ ജീവിച്ചാൽ നമ്മളത് സാധിച്ചെടുക്കും, ആ രീതിയിൽ അങ്ങ് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോയാൽ മതി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കംഫർട്ട് ചെയ്യാൻ നോക്കുകയാണ്. അവളുടെ പ്രശ്നങ്ങളൊന്നും അവൻ അറിഞ്ഞുകൂടാ, എന്നാൽ പോലും അവൾക്ക് എന്തോ പ്രശ്നമുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ഉപദേശിച്ച് വിടുകയാണ്. അപ്പോൾ നമുക്ക് ഈ ടെൻഷൻ അടിച്ചിരിക്കുമ്പോൾ ഉപദേശം കേൾക്കുന്നതിനെ ഭയങ്കര ഇറിറ്റേഷനാണല്ലോ പൊതുവേ ഗേൾസിൽ. അപ്പോൾ അവൾ പറയും, എനിക്കിപ്പോൾ നിങ്ങൾ ട്രെയിനിൻ്റെ കോച്ചിൽ നിന്നെന്ന് പറഞ്ഞ് എൻ്റെ കോച്ചാകാനൊന്നും നോക്കണ്ട, ഞാൻ പോവുകയാണ് എന്നുള്ള രീതിയിൽ അവൾ ദേഷ്യപ്പെട്ട് അവൾ ബാത്റൂമിലേക്ക് കയറാൻ പോകുമ്പോൾ, അല്ല 2 ബാത്റൂമുണ്ട്, ഒന്ന് ഇന്ത്യനാണ്, അതിൽ കയറണ്ട എന്ന് പറഞ്ഞിട്ട് അവൾ മറ്റേ ബാത്റൂമിലേക്ക് കയറി അവൾക്ക് കൺഫേം ആയി പീരീഡ്സ് ആണെന്ന് കൺഫേം ആയി. ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്നുള്ള രീതിയിൽ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ രക്ഷിത് അവിടെയുണ്ട്. രക്ഷിത് നോക്കുന്നുണ്ട്, ഇവിടെ ടെൻഷനായിട്ട് നിൽക്കണോണ്ട് ഇനി ഇവളോട് സംസാരിച്ചെന്ന് എനിക്ക് ഭ്രാന്ത് പിടിക്കും, ഞാൻ എന്തായാലും അകത്തേക്ക് പോകാം എന്നുള്ള രീതിയിൽ രക്ഷിത് അവൻ്റെ സീറ്റിലേക്ക് നടക്കുവാണ്. ഈ സീരിയലിൽ ഏറ്റവും നമുക്ക് ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നുന്നത് രക്ഷിത്തിൻ്റെ ക്യാരക്ടർ തന്നെയാണ്.
വളരെ മെച്യൂർഡാണ്, സപ്പോർട്ടീവാണ്. ഗേൾസിന് ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു ക്യാരക്ടറാണ് ഇതിൽ. എന്ന് വെച്ചാൽ ചില പ്രശ്നങ്ങൾ മനസ്സിലാക്കാതെ പറയാതെ തന്നെ മനസ്സിലാക്കുന്ന ഒരു ക്യാരക്ടറാണ്. ഇപ്പോൾ കുങ്കുംഭാഗ്യയിലെ അഭി എന്ന് പറഞ്ഞാൽ മെച്ചോർഡല്ല, ഏത് നേരത്തും ഇങ്ങനെ കോമഡിയൊക്കെ പറയുമെങ്കിലും ഇങ്ങനെ മെച്ചോർഡല്ലാത്തൊരു രീതിയിൽ. അതിൽ പ്രഗ്യയാണ് കുറച്ചുകൂടെ മെച്ചോർഡ്. ഇതിൽ നായികൻ മെച്ചോർഡാണ്, എന്നാൽ പോലും രക്ഷിത് ഒരുപടി മേലെയാണ്. എന്ന് വെച്ചാൽ എല്ലാ കാര്യങ്ങളും വളരെ കൂളായിട്ട് ഡീൽ ചെയ്യുന്ന ഒരാളാണ്. ഒരിക്കലും അപരാജിതയെ ഒറ്റയ്ക്കാക്കാൻ പറ്റാത്ത രീതിയിൽ അവളെ കംഫർട്ട് ചെയ്യും. അപ്പോൾ നമുക്ക് കഥയിലേക്ക് തിരിച്ചു വരാം. അങ്ങനെ അപരാജിത പുറത്തേക്ക് പോവുകയാണ്. രക്ഷിത് ആലോചിക്കുന്നുണ്ട്, ഇവളിപ്പോഴും എന്നോട് ഒരു ടാങ്ക്സ് പോലും പറഞ്ഞില്ല. ഇപ്പോൾ 2ാമത്തെ പ്രാവശ്യമാണ് ഞാൻ രക്ഷിച്ചത്, എന്നിട്ട് പോലും ഒരു ടാങ്ക്സ് പറഞ്ഞില്ല. എന്തൊരു പെണ്ണാണിത് എന്നുള്ള രീതിയിൽ ഇങ്ങനെ ആലോചിച്ച് രക്ഷിത് അവൻ്റെ സീറ്റിലേക്ക് പോയിരിക്കുകയാണ്. അപരാജിത ബാത്റൂമിനുള്ളിൽ നിന്നിങ്ങനെ ആലോചിക്കുകയാണ്, എൻ്റെ ബുദ്ധിമുട്ട് പറയാതെ തന്നെ എങ്ങനെയാണ് അയാൾ എന്നെ ഉപദേശിച്ചത്, എനിക്ക് ടെൻഷനിലാണ്, ബുദ്ധിമുട്ടിലാണെന്ന് എങ്ങനെ ഇയാൾ മനസ്സിലാക്കിയത് എന്നൊക്കെ ഉള്ള രീതിയിൽ ചിന്തിക്കണം. ഇപ്പം അത്യാവശ്യം എന്ന് പറഞ്ഞാൽ പീരീഡ്സായി, അവളുടെ കയ്യിൽ സാനിറ്ററി പാഡില്ല, പാഡ് വേണം, അതാണിപ്പോൾ അത്യാവശ്യം. അപ്പോൾ എന്താ ചെയ്യുക എന്നുള്ള രീതിയിൽ ടെൻഷൻ അടിച്ച് ഇങ്ങനെ നടന്നു വരുന്നത് രക്ഷിത് കാണുന്നുണ്ട്. അവൾ മറ്റ് സീറ്റിലിരിക്കുന്ന സ്ത്രീകളോട് ചോദിക്കുന്നുണ്ട്, ചേച്ചി പാഡ് എന്തെങ്കിലും കയ്യിലുണ്ടോ, പീരീഡ്സായി, ട്രെയിനിലല്ലേ, എവിടെയെങ്കിലും നിർത്തിയാലല്ലേ ഇനി ഇറങ്ങി വാങ്ങാൻ പറ്റുള്ളൂ, നിർത്തിയാലും ഷോപ്പൊന്നും ഉണ്ടോയെന്ന് അറിഞ്ഞൂടാ. അപ്പോൾ അവൾ അടുത്ത ആൾക്കാരോട് ചോദിക്കുന്നത് രക്ഷിത് ശ്രദ്ധിക്കുന്നുണ്ട്, ആൾക്ക് എന്തോ റോങ്ങാണ്, എന്തോ ആവശ്യമുണ്ട്. അപ്പോൾ ഗേൾസിനോട് ഇങ്ങനെ ചോദിക്കുന്ന കണ്ടപ്പോൾ രക്ഷിതിന് ഏകദേശം മനസ്സിലായി പീരീഡ്സ് ആയിട്ടുണ്ട്, പാഡിനാവും, എന്താ ചെയ്യാമെന്ന് രക്ഷിത് ഇങ്ങനെ ആലോചിക്കുമ്പോൾ അവർക്ക് പറഞ്ഞാൽ ഓൺലൈനിൽ നോക്കിയാലോ എന്ന് പറഞ്ഞ് ഫാസ്റ്റ് ഡെലിവറിയിൽ ഓർഡർ ചെയ്യാം എന്നുള്ള രീതിയിൽ രക്ഷിത് ഫോണിൽ ഓർഡർ ചെയ്യുവാണ്. ഇത് അപരാജിതയോട് പറയുന്നില്ല, പറയാതെ തന്നെ ഓർഡർ ചെയ്യുകയാണ്. അപ്പോൾ ഇനി അടുത്ത സ്റ്റേഷനിൽ ട്രെയിൻ നിർത്തുള്ളൂ, അപ്പോഴത്തേക്ക് ഓർഡർ കിട്ടുള്ളൂ. അപ്പോൾ രക്ഷിത് അടുത്ത സ്റ്റേഷനാകുമ്പോൾ പുറത്തേക്ക് ഇറങ്ങി നോക്കുമ്പോൾ ഡെലിവറി ബോയ് കാണുന്നില്ല. അപ്പോൾ ഇങ്ങനെ വിളിച്ച് ചോദിക്കുന്നുണ്ട്, രക്ഷിത് ഭരദ്വാജിന് ഏതെങ്കിലും ഡെലിവറി ഇവിടെ വന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം ഡെലിവറി ബോയിന് ID കാർഡില്ല, പാസ്സില്ല എന്നുള്ള രീതിയിൽ അവിടെ പോലീസ് തടഞ്ഞു നിർത്തിയിരിക്കുകയാണ്. ട്രെയിനാണെങ്കിൽ 1 മിനിറ്റ് അവിടെ നിർത്തത്തുള്ളൂ, ട്രെയിൻ എടുത്തുകൊണ്ട് പോവുകയും ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യുമെന്നോർത്ത് രക്ഷിത് നിൽക്കുമ്പോൾ ട്രെയിൻ കുറച്ച് നേരം ഓടിയാലും കുഴപ്പമില്ല, സാധനം എന്തായാലും അത്യാവശ്യമല്ലേ, വാങ്ങണമല്ലോ എന്നുള്ള രീതിയിൽ അവൻ തന്നെ ഡെലിവറി ബോയുടെ അടുത്തേക്ക് പോവുകയാണ്. പോയി വേഗം സാധനം തരുമെന്നുള്ള രീതിയിൽ സാധനം കളക്ട് ചെയ്തിട്ട് അവൻ പിന്നെയും പ്ലാറ്റ്ഫോമിലേക്ക് തന്നെ ഓടുകയാണ്. അപ്പോഴത്തേക്കും ട്രെയിൻ എടുത്തു കഴിഞ്ഞിരുന്നു. രക്ഷിത് ഓടി അവിടെ എത്തുന്നതേ ഉള്ളൂ, ട്രെയിൻ എടുത്തു തുടങ്ങി. ട്രെയിനിൻ്റെ മുന്നിൽ ഓടിയിട്ട് ആരോടൊക്കെ പറയുന്നുണ്ട് ചെയിൻ വലിക്കുന്നു പറഞ്ഞു. ആര് കേൾക്കാനാണ്, നൈറ്റ് ടൈമല്ല. അപ്പോൾ ട്രെയിനിലെ വാതിലൊക്കെ തട്ടുന്നുണ്ട്, എന്നിട്ടൊന്നും തുറക്കുന്നില്ല. അത് കഴിഞ്ഞിട്ട് അടുത്ത സീനിൽ കാണിക്കുന്ന ട്രെയിനിൻ്റെ മുന്നിൽ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഫസ്റ്റ് സീനില്ലേ, അത് തന്നെ ഒന്ന് റിവേഴ്സ് ആക്കുകയാണ്. എന്ന് വെച്ചാൽ ഇപ്രാവശ്യം രക്ഷിക്കാൻ പോകുന്ന അപരാജിതയാണ്. ആ സീൻ സത്യത്തിൽ നമുക്ക് ആദ്യം കണ്ടാൽ ഇങ്ങനെ കുറച്ച് ലാഗായിട്ടാണ് ഈ സ്റ്റോറി പോകുന്നത്, പിന്നെ നമുക്ക് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നു. അപ്പോൾ രക്ഷിത് ട്രെയിനിൻ്റെ മുന്നിലൂടെ ഓടി അപരാജിത രണ്ടാമത് രക്ഷിത്തിനെ രക്ഷിക്കുകയാണ്. അപ്പോൾ രക്ഷിത്തിനെ രക്ഷിച്ച് ട്രെയിനിൻ്റെ ഉള്ളിലേക്ക് കയറ്റുകയാണ്. എന്നിട്ട് അപരാജിത ചോദിക്കുകയാണ്, എന്താണ് നിങ്ങളല്ലേ നേരത്തെ പറഞ്ഞേ ഒരു ട്രെയിൻ പോയാൽ അടുത്ത ട്രെയിൻ വരും, ലൈഫും ഇതുപോലെയാണ്, ട്രെയിൻ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുമെന്ന് പറഞ്ഞിട്ട് ഇപ്പം നിങ്ങളെന്തിനാണ് വെപ്രാളപ്പെട്ട് ഇതിൻ്റെ പുറകെ പോയത്, അടുത്ത ട്രെയിൻ വന്നിട്ട് പതുക്കെ വന്നാൽ പോരായിരുന്നു എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ രക്ഷിത് പറയാം, ഞാൻ പറഞ്ഞത് എനിക്ക് തന്നെ തിരിച്ചടിക്കാൻ തുടങ്ങിയല്ലോ എന്നിങ്ങനെ പറയുന്നു. അപ്പോൾ രക്ഷിത് പറയണേ, ചില കാര്യങ്ങൾക്കായിട്ട് നമ്മൾ കുറച്ച് വെപ്രാളപ്പെട്ട് ഓടിയാലും അതേ ട്രെയിൻ തന്നെ കയറണമെന്ന് വിചാരിച്ചാലും അതിൽ തെറ്റില്ല. അതുകൊണ്ട് മറ്റുള്ളവർക്കൊരു ഉപകാരം ഉണ്ടാകുന്നെങ്കിൽ അതിൽ പ്രശ്നമില്ല. പക്ഷെ നിന്നെപ്പോലെ ഞാൻ PT ഉഷയുടെ പുറകെ ഓടുന്ന പോലെയൊന്നും അല്ല ഓടിയത് എന്നൊക്കെ പറയുന്നുണ്ട്. എപ്പോഴും അപരാജിതയുടെ മൈൻഡ് അത്ര ഓക്കെ അല്ല, പാഡ് കിട്ടിയില്ലല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷനിലാണ്. അപ്പോൾ രക്ഷിത് അവൻ്റെ കയ്യിലുള്ള പാഴ്സൽ അപരാജിതയ്ക്ക് കൊടുക്കുകയാണ്. അപ്പോൾ അപരാജിത ഇതെന്താ സാധനം എന്നുള്ള രീതിയിൽ നോക്കണം. പിന്നെ ഇയാൾ സ്ട്രേഞ്ചറല്ലേ, ഇയാളിപ്പോൾ എന്തിനാ എനിക്ക് പാഴ്സൽ തരുന്നതെന്നുള്ള രീതിയിൽ നോക്കുകയാണ്. അപ്പോൾ രക്ഷിത് പറഞ്ഞു, നീ തുറന്ന് നോക്കാൻ പറയും. അപ്പോൾ അവൾക്ക് വാങ്ങാൻ മടി, എന്നാലും എന്താണെന്ന് നോക്കാനായിട്ട് വാങ്ങി തുറന്ന് നോക്കുകയാണ്. തുറന്ന് നോക്കുമ്പോൾ കാണുന്നത് സാനിറ്ററി പാഡാണ്. ഇയാൾക്കിതെങ്ങനെ മനസ്സിലായി എനിക്കിതിപ്പോൾ ആവശ്യമുണ്ടെന്നുള്ള രീതിയിൽ രക്ഷിതിനെ ഇങ്ങനെ നോക്കുകയാണ്. അപ്പോൾ
രക്ഷിത് അങ്ങനെ അതിന് ഉത്തരവൊന്നും പറയുന്നില്ല. എന്ന് വെച്ചാൽ നോട്ടത്തിലൂടെ മനസ്സിലായി അതാണ് ഉദ്ദേശിക്കുന്നതെന്ന്. അവൻ പെട്ടെന്ന് അവിടെ നിന്ന് ഒഴിഞ്ഞു മാറാനാണ് ശ്രമിക്കുന്നത്. അപ്പോൾ അപരാജിതയ്ക്ക് സമാധാനമായോ, സാധനം കിട്ടിയല്ലോ എന്നുള്ള രീതിയിൽ അവൾ വേഗം ടോയ്ലറ്റിലേക്ക് പോവുകയാണ്. ടോയ്ലറ്റിൽ കയറി കഴിഞ്ഞിട്ട് അവളിങ്ങനെ ആലോചിക്കണം, ഇയാൾക്ക് എങ്ങനെ എൻ്റെ പ്രശ്നങ്ങൾ ഇത്ര നന്നായി മനസ്സിലാകുന്നു. ആദ്യം ഒന്നും പറയാതെ തന്നെ എന്നെ ധൈര്യത്തോടെ കംഫർട്ട് ചെയ്യാൻ നോക്കി. ഇപ്പം രണ്ടാമത് ഞാൻ പറയാതെ തന്നെ ഒരു ഗേൾസ് പ്രോബ്ലമായിട്ട് പോലും ഒരാണായിട്ട് അയാളിത് മനസ്സിലാക്കി, എന്നിട്ട് എന്നെ ഹെൽപ്പ് ചെയ്തു. ചിലരിവിടെ പറഞ്ഞിട്ട് പോലും മനസ്സിലാക്കാത്ത കാലത്ത് ഇവിടെ പറയാതെ തന്നെ മനസ്സിലാക്കി. ആൾ കുറച്ച് സ്ട്രെയിഞ്ച് ആണെങ്കിലും നല്ല സ്വഭാവമുള്ള ആളാണ് എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് എന്തായാലും ഇനി വൈകിക്കണ്ട, ഇപ്പോൾ 2-3 പ്രാവശ്യം ഹെൽപ്പ് ചെയ്തില്ലേ, ഒരു താങ്ക് യു ഒന്ന് പറഞ്ഞേക്കാം എന്നുള്ള രീതിയിൽ രക്ഷിതിൻ്റെ സീറ്റിനടുത്തേക്ക് വരുവാണ്. അപ്പോഴത്തേക്കും രക്ഷിത് ഉറങ്ങിക്കഴിഞ്ഞിരുന്നു. ഇയാൾ ഉറങ്ങിയല്ലോ, ഇനിയിപ്പം രാവിലെ ആകട്ടെ എന്നിട്ട് പറയാം എന്നുള്ള രീതിയിൽ അപ്പോഴത്തേക്കും സീറ്റിലേക്ക് ഇരിക്കുകയാണ്. അവൾ പതുക്കെ ഉറക്കത്തിലേക്ക് കിടക്കുകയാണ്. അപ്പോഴേക്കും നേരം വെളുത്തു. ഇൻഡോർ ട്രെയിൻ എത്തിയിട്ടുണ്ട്. അവൾ ഓപ്പോസിറ്റുള്ള സീറ്റിലേക്ക് നോക്കുമ്പോൾ രക്ഷിതിനെ അവിടെ കാണുന്നില്ല. പക്ഷേ സീറ്റിൻ്റെ ഇടയ്ക്ക് ഒരു പേന കിടക്കുന്നത് കാണാം. അവളെടുത്ത് നോക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് തലേ ദിവസം അത് രക്ഷിത്ത് യൂസ് ചെയ്ത പോലെ അവൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അയാളുടെ പിന്ന് തന്നെയായിരിക്കും, എടുക്കാൻ മറന്നു പോയിട്ടുണ്ടാവും. എന്തായാലും പുറത്ത് കൊണ്ടുപോയി കൊടുത്തിട്ട് ഒരു താങ്ക്സും പറഞ്ഞിട്ട് വരാം എന്നോർത്ത് അവൾ പുറത്തേക്ക് ഓടുവാണ്. പുറത്ത് വന്ന് നോക്കുമ്പോൾ രക്ഷിതിനെ കാണുന്നില്ല. പെട്ടെന്ന് മേലേക്ക് നോക്കുമ്പോൾ ഓവർ ബ്രിഡ്ജിൻ്റെ മേലേക്ക് കൂടെ പോകുന്ന പോലെ കാണുന്നുണ്ട്. ഒത്തിരി വിളിക്കുന്നുണ്ട്, പേരറിഞ്ഞുകൂടാത്തതുകൊണ്ട് സീറ്റ് നമ്പർ 16 എന്നിട്ടാണ് വിളിക്കുന്നത്. അത് അയാളുടെ സീറ്റ് നമ്പറായിരുന്നു. അപ്പോൾ അതും പറഞ്ഞ് വിളിക്കുന്നുണ്ട്, പക്ഷേ മേലെയല്ലേ, കേൾക്കുന്നില്ല. അപ്പോഴാണ് ഓർത്തത്, അയ്യോ ബാഗ് ട്രെയിനിൻ്റെ അകത്താണല്ലോ എന്നോർത്ത് അവൾ ബാഗ് എടുക്കാൻ പിന്നെ തിരിച്ച് ട്രെയിനിലേക്ക് കയറിയിട്ട് തിരിച്ച് വരുമ്പോഴത്തേക്ക് രക്ഷിത് പോയി കഴിഞ്ഞിരുന്നു. പിന്നെ നോക്കിയിട്ട് അവൻ്റെ പൊടി പോലും ഇല്ല. ഇനി എന്ത് ചെയ്യും, എന്തായാലും ഇത് കയ്യിൽ വെക്കാം എന്നോർത്ത് അവൾ കയ്യിൽ വെക്കുകയാണ്. അടുത്ത സീനിൽ നോക്കുമ്പോൾ രക്ഷിത് ഒരു വെള്ള കുതിരയുടെ പുറത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുകയാണ്. എന്തോ കല്യാണത്തിന് അലങ്കരിച്ച കുതിര പോലെയുണ്ട്. അപ്പോൾ ഇയാളുടെ ഒരു വിശ്വസ്തനായ ഒരു മാനേജറാണ്, ദുർമേദ്ജി എന്നാണ് ഇയാളെ പറയുന്നത്. ആള് നല്ല ഫണ്ണിയാണ്, ഇതിൽ എപ്പോഴും ഇദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടാവും. അപ്പം എന്നാൽ സാറിന് വേറെ പണിയില്ല, എന്തിനാണിപ്പോൾ ഈ കുതിരപ്പുറത്ത് കയറിക്കണം, നല്ല അടിപൊളി കാർ ഇവിടെ കിടക്കുമ്പോൾ ഈ കുതിരപ്പുറത്ത് പോകേണ്ട അത്യാവശ്യം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ രക്ഷിത് പറയണം, ഈ കാറിലൊക്കെ ആൾക്കാർ ഷോപ്പിങ്ങിനാണ് പോകുന്നത്, നമ്മൾ കല്യാണത്തിനൊക്കെ പോകുമ്പോൾ കുതിരപ്പുറത്ത് വേണം പോകാൻ, അതൊക്കെയാണ് രണ്ടിൽ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അവർ തമ്മിലൊരു കോൺവെർസേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. രക്ഷിത് ഇങ്ങനെ പറയുന്നുണ്ട്, എൻ്റെ മണവാട്ടി എനിക്ക് വേണ്ടി കാത്തിരിക്കുന്നു, ഞാൻ പോവുകയാണ് എന്നുള്ള രീതിയിൽ പറയും. മണവാട്ടി ആരാന്നൊന്നും പറയുന്നില്ല. രക്ഷിത് അങ്ങോട്ട് പോവുകയാണ്. എന്നെ ഇൻഡോർ സിറ്റിയാണ് കാണിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അപരാജിത അവളുടെ വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞു. അവിടെ ഇങ്ങനെ സംശയിച്ച് നിൽക്കുകയാണ്, കയറണോ വേണ്ടയോ. ആള് കല്യാണം കഴിഞ്ഞ് അയാളെ വേണ്ട എന്ന് വെച്ചിട്ടാണ് തിരിച്ചു വരുന്നത്. അപ്പോൾ എന്ത് ചെയ്യും എന്നുള്ള രീതിയിൽ അവൾ അങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അവരുടെ അടുത്തുള്ള കുറച്ച് ചേച്ചിമാർ വന്ന് ചോദിക്കുന്നുണ്ട്, അപ്പു നീ എപ്പോഴാണ് വന്നേ, അനിയത്തിയുടെ കല്യാണത്തിന് എൻഗേജ്മെൻറ്റിനെ വരുവുള്ളൂ എന്നല്ലേ പറഞ്ഞത്, നീ നേരത്തെ വന്നോ, പിന്നെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കൂട്ടാൻ ആരും വന്നില്ല എന്നൊക്കെ ചോദിക്കണം. അപ്പോൾ അവൾ പറഞ്ഞില്ല, ഞാൻ ഈ ട്രെയിനാന്ന് വരുന്നതെന്ന് അവർക്ക് അറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞ് അവൾ തിരിച്ച് കയറുവാണ്. അതിൽ നിന്നൊഴിഞ്ഞ് മാറി അവൾ വീടിൻ്റെ മുന്നിലെത്തി. അപ്പോൾ അവൾക്ക് പേടിയുണ്ട്, എന്ന് വെച്ചാൽ വീട്ടുകാരെ കെട്ടിച്ച് വിട്ടിട്ട് ഇങ്ങനെ തിരിച്ച് വന്നാൽ അവരിനി എന്നെ കയറ്റുമോ, എനിക്ക് വീട്ടിൽ ഇനി ഒരു സ്ഥാനം ഉണ്ടാകുമോ എന്നൊക്കെ ആലോചിച്ച് ടെൻഷൻ അടിച്ച് നിൽക്കുമായിരുന്നു. അപ്പോൾ ഓൾറെഡി വീട്ടുകാരെല്ലാം അറിഞ്ഞു എന്നാണ് അവൾ വിശ്വസിച്ചിരിക്കുന്നത്. അവളൊരു കത്ത് എഴുതിയായിരുന്നു, അവളുടെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്നൊരു കത്ത് എഴുതി, ഈ കല്യാണത്തിൽ ഞാൻ ഹാപ്പിയല്ല, 4 വർഷമായിട്ട് അയാൾ എന്നെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്, അബ്യൂസ് ചെയ്യുന്നുണ്ട്,
പിന്നെ അയാൾ ഒത്തിരി ടോക്സിക്കാണ്, എന്നെ ഉപദ്രവിക്കുന്നത് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല, അവരുടെ അമ്മായിയമ്മയും എല്ലാം ചേർന്ന് എന്നെ ഉപദ്രവിക്കുകയാണ്, എന്നെ ഇവിടുന്ന് രക്ഷിക്കണം എന്നൊക്കെ കത്തിലുണ്ടായിരുന്നു. അപ്പോൾ ആ ധൈര്യത്തിലാണ് അവൾ വന്നത്. അപ്പോൾ രക്ഷിത് പറഞ്ഞ കാര്യം അവൾ ഓർക്കുകയാണ്. നമ്മൾ ധൈര്യം സംഭരിച്ച് എന്തിനും നേരിടാൻ നിന്നാൽ നമ്മൾ വിചാരിച്ച് എത്തും എന്നൊക്കെ പറയുകയാണ്. ഇവിടെ വെച്ചിട്ട് ഈ എപ്പിസോഡ് കഴിയുകയാണ്. ഇനി അടുത്ത എപ്പിസോഡ് നമ്മൾ വരുന്ന ദിവസങ്ങളിൽ തന്നെ ഇടുന്നതായിരിക്കും. ഇത് ഫസ്റ്റ് വീഡിയോ ആയതുകൊണ്ട് എക്സ്പ്ലനേഷനിൽ കുറച്ച് പരിമിതികളൊക്കെ ഉണ്ടാവും, കുറച്ച് വാക്കുകളൊക്കെ ഇതിന് ഡബിളായിട്ട് വരുന്നുണ്ട്, ഞാൻ ശ്രദ്ധിച്ചു. പക്ഷേ ഇനി വരുന്ന വീഡിയോയിൽ അതൊക്കെ ക്ലിയർ ചെയ്ത് നമുക്ക് വളരെ രസകരമായിട്ടുള്ള രീതിയിൽ ഇത് കണ്ടിന്യൂ ചെയ്യാൻ നോക്കാം. അപ്പോൾ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.